വെൽക്കം ടു നിലൂസ് വ്ലോഗ്. ഇത് തായ്ലാൻഡ് പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 4 മണി 4:30 ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിന് തന്നെ ഇവിടെ നല്ല റഷായിരുന്നു, കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് 200 തായ് ബാത്താണ് ഒരാൾക്ക് വരുന്നത്. 450 രൂപയാണ് ഇന്ത്യൻ റുപ്പി വരിക. പിന്നെ ഇതിൻ്റെ മെയിൻ എൻട്രി ഇതാണ്, ഇതിലൂടെയാണ് നമ്മൾ എൻട്രൻസുകൾ കയറേണ്ടത്. ഞങ്ങൾ പട്ടായയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ഒരു ഗ്രാബ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. 10 കിലോമീറ്ററാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് യാത്ര. ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പട്ടായയിൽ തന്നെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണെന്നാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ പരമ്പരാഗത വിപണികളുടെ ശൈലിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്പീഡ് ബോട്ടുകളും അങ്ങനത്തെ കുറേ സർവീസുകളൊക്കെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള തായ് മാർക്കറ്റാണ്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാഴ്ചകൾ പറഞ്ഞാൽ ബോട്ടുണ്ട്, കുറേ ഷോപ്പ്, പിന്നെ കൾച്ചറൽ ആയിട്ടുള്ള ഷോസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഷോപ്സിൽ മൊത്തം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഡ്രസ്സസ്, പിന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ് എല്ലാം കിട്ടുന്നൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണിത്. ഇവിടുത്തെ ഈ കാണുന്ന മാംഗോ ഐസ്ക്രീം ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിലൂനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് മസ്റ്റായിട്ട് ആരെങ്കിലും വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
കാണുന്നതാണ് ഇവിടുത്തെ ബോട്ട് സർവീസ്. ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിന് ഒരാൾക്ക് ഏകദേശം 120 തായ് ബാത്ത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് മൊത്തം ഇതിലൂടെ നമുക്ക് ഇങ്ങനെ കറങ്ങി ഇതിലൂടെ അവർ കൊണ്ടുപോയി കാണിച്ചു തരും. ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും ഇതിൽ കയറിയിട്ട് നമുക്ക് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് മൊത്തം ഒന്ന് കറങ്ങി കാണാം. 바로 그 중성이 바로 가는 거야. 신기해. One. ഈ കാണുന്ന സാധനങ്ങൾക്കൊക്കെ ഇവിടെ വിലക്കുറവാണ്. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഈ കാണുന്ന സീഡ് ഞങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സീഡാണ്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
ബോക്സർ എന്ന് പറയുന്നത് ദൂരിയാനാണ്. ഇതൊരു ട്രോപ്പിക്കൽ ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. തായ്ലാൻഡിലും മലേഷ്യയിലും ഇന്ത്യയിലൊക്കെ ഇത് അധികം കാണപ്പെടുന്നതാണ്. ഈ ഫ്രൂട്ടിന് ഭയങ്കര സ്മെല്ലാണ്, അതുകൊണ്ട് ഞങ്ങളിത് ട്രൈ ചെയ്തില്ല. വട്ടൊക്കെ ഉണ്ട് കേട്ടോ. പോകുന്ന വഴി ഞങ്ങൾ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതാ തേള്, വണ്ട്, മുതല, കൂറ ഇതിനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതുവരിങ്ങനെ ഫുഡായിട്ട് സെർവ് ചെയ്യുന്നതാണ്. വേണമെങ്കിൽ കഴിക്കാം. ഞങ്ങളാരും ട്രൈ ഒന്നും ചെയ്തില്ല. ഏകദേശം 50 ബാത്താണ് വരുന്നത്. മോമോ മോതല നോക്കിയാ 150 baht một đánh chân đẳng dâu ăn hậu xuyên